ഇപ്പോ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ മുതലായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതോടനുബന്ധിച്ച് പലരും എന്നെ വിളിച്ച് പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കൂടുതലും വിളിച്ചത് ഹിന്ദുക്കളാണ്. അവർക്ക് ശരിക്കും പറഞ്ഞ യേശുവിന്റെ ഈ വിധ കാര്യങ്ങളെക്കുറിച്ച് അത്ര അറിവില്ല. അവർ കാണുന്നത് നമ്മുടെ യൂട്യൂബിലും അല്ലെ ഇതിലൊക്കെ പെന്തക്കോസ്തുകാരൊക്കെ കിടന്ന് കാണിക്കുന്ന ബഹളങ്ങളും പ്രാർത്ഥനാ രീതികളും പിന്നെ ഈ ചില പള്ളിയിലൊക്കെ അച്ഛന്മാർ പറയുന്ന ചില കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ വെച്ച് അവർക്ക് പല സംശയങ്ങളുണ്ട്. അതിൽ ചിലർ എന്നെ വിളിച്ച് ചോദിച്ചത്, ശരിക്കും യേശു അങ്ങനെ ക്രൂശിൽ കിടന്ന് മരിച്ചു, ശരി അങ്ങനെ മരിച്ചെങ്കിലും മൂന്നാമത്തെ ദിവസം യേശുവിന്റെ ബോഡി അവിടെ നിന്നും മറ്റാരൊക്കെയോ മാറ്റിക്കൊണ്ടു പോവുകയും പിന്നീട് യേശു ഇന്ത്യയിൽ വരികയും അവിടെ നിന്നും കൊണ്ട് യേശു എത്രയോ വയസ്സ് വരെ ജീവിച്ചു മരിച്ചു, ആ യേശുവിന്റെ ബോഡി അടക്കിയ സ്ഥലം ഇന്ത്യയിലുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത് ശരിയാണോ? പിന്നെ ചിലർ യൂദാസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂദാസ് ശരിക്കും പറഞ്ഞ വലിയ ചതിയല്ലേ കാണിച്ചത്, കൂടെ നടന്നിട്ട് ഇങ്ങനെ ചെയ്യാമോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന യൂദാസിന്റെ ആത്മാവ് എവിടെ പോയി കാണും? അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ട്. എനിക്ക് എന്റെ ചില സംശയങ്ങൾക്കും അല്ലെങ്കിൽ ഞാൻ ഈ കണ്ടു വളർന്ന ഈ ക്രിസ്തീയ മേഖലയിലുള്ള പല രീതികളിലും എനിക്ക് തൃപ്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് എന്നോട് ഇടപെടുന്ന എന്നോട് സംസാരിക്കുന്ന ദൈവത്തോട് ഞാൻ ചോദിച്ചെടുത്ത ചില കാര്യങ്ങൾ യേശുവിനെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് ക്രിസ്ത്യൻസും വേണമെങ്കിൽ ഇത് കേൾക്കാം, യേശുവിനെ കുറിച്ച് അധികം അറിയാത്ത ഹിന്ദുക്കൾക്കും ഇത് കേട്ട് മനസ്സിലാക്കാം. ശരിക്കും നമ്മുടെ ഈ കാലഘട്ടത്തിന് ഒരു 3500 വർഷം മുമ്പ് ഈ മോശ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ദൈവം ശരിക്കും ഭൂമിയിൽ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരുന്നത്. അതായത് എഴുതപ്പെട്ട നിയമങ്ങൾ. അതിനു മുമ്പ് നിയമങ്ങളില്ല. ശരിക്കും ഏതെങ്കിലും പ്രവാചകനിലൂടെ അങ്ങനെ വേണം ജീവിക്കാൻ, ഇങ്ങനെ വേണം ജീവിക്കാൻ, ഇത് തെറ്റ് അത് തെറ്റ് എന്ന് ജസ്റ്റ് പറഞ്ഞ് വിടുന്നതല്ലാതെ കർശനമായി ഇതൊക്കെ തന്നെയാണ് നിയമങ്ങൾ, ഇതാണ് ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, ഇത് തെറ്റുന്നവനെ കഠിനമായി ശിക്ഷിക്കുകയും അവനെ തള്ളിക്കളയുകയും അവനെ കൊന്നുകളയും ഒക്കെ ചെയ്യണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ദൈവം പറയുന്നത് 3500 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്ത് ഒരു പ്രവാചകൻ, ആ വ്യക്തിയിലൂടെയാണ് ശരിക്കും നിയമം കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരവർക്ക് ബോധിച്ചതുപോലെയായിരുന്നു നിയമം. ഏതെങ്കിലും പ്രവാചകർ ദൈവത്തിൽ നിന്നും വന്ന് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരോട് പറയും. ആ രാജാവ് അത് വിശ്വസിച്ചാൽ ആ രാജാവിന്റെ കാലത്തോളം ആ നിയമം രാജാവ് സ്ട്രിക്റ്റ് ആക്കും. അടുത്ത രാജാവ് വരുമ്പോൾ വേറെ തലതിരിഞ്ഞ രാജാവാണെങ്കിൽ ഒന്നും പാലിക്കണമെന്നില്ല, കയ്യോ കൊള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലായിരുന്നു പണ്ടത്തെ നിയമം. അന്ന് ഇപ്പം പറഞ്ഞതുപോലെ സ്വന്തം സഹോദരിയെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം, ആർക്ക് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവേണോ ചെയ്യാം, എങ്ങനെ വേണോ ജീവിക്കാം. ഇങ്ങനെ ഒരു അഴിഞ്ഞാടിയ ഒരു കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലഘട്ടം. ആരാണോ ആ ദേശം ഭരിച്ചിരുന്ന രാജാവ് അല്ലെങ്കിൽ ആ ഒരു ദേശത്തെ നയിക്കുന്ന വ്യക്തി, അയാൾ എന്ത് പറയുന്നു അതാണ് പണ്ടത്തെ നിയമം. നിയമം തെറ്റിയും നിയമം പാലിച്ചും അന്നത്തെ മനുഷ്യർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ചു പോന്നു. പക്ഷേ മോശ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ദൈവം കഠിനമായി നിയമം കൊണ്ടുവന്നു. ആ നിയമങ്ങളാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ, പുറപ്പാട് പുസ്തകത്തിലും ആ മോശയുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ആ നിയമങ്ങളാണ് ശക്തമായി എഴുതി പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആ നിയമങ്ങൾ പാലിച്ചാണ് പിന്നീടുള്ള രാജാക്കന്മാരും ജനങ്ങളും ഒക്കെ ശക്തമായി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം ആ ദൈവത്തിന്റെ ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയെ ആ നിയമങ്ങൾ, പ്രധാന നിയമങ്ങളായ 10 കൽപ്പനകൾ കൊത്തിവെച്ച ഒരു കല്ല് കൊണ്ട് ഒരു സമാഗമ കൂടാരം എന്ന് പറയുന്ന ഒരു ആലയം, ഒരു അമ്പലം പോലുള്ള സ്ഥലത്ത് വെക്കുകയും അവിടെ ദൈവത്തിന്റെ ചൈതന്യം വരികയും ആ ദൈവത്തിന്റെ ചൈതന്യം അതിൽ പറയുന്നത് ഒരു ദൂതൻ, ഒരു ദേവൻ വരികയും ആ ദേവൻ, ആ പുരോഹിതൻ, നിയമിക്കപ്പെട്ട അതിവിശുദ്ധനായ ഒരു പുരോഹിതനെ വേണം. ആ പുരോഹിതൻ മാത്രമേ ആ അകത്തെ പ്രകാരം എന്ന് പറയുന്ന അതിവിശുദ്ധ സ്ഥലം, ആ കല്ലിരിക്കുന്ന, നിയമം കൊത്തിവെച്ച കല്ലിരിക്കുന്ന ആ നിയമപേടകത്തിന്റെ അടുത്ത് ആ ദൂതൻ വരികയും ആ പുരോഹിതനുമായി അല്ലെങ്കിൽ ആ അമ്പലത്തിലെ പോറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം, സംസാരിക്കുകയും ജനങ്ങളുടെയും ദേശത്തെയും വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം ഈ പുരോഹിതൻ ആ ദൂതനോട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് ആ പ്രകാരത്തിന്റെ അല്ലെങ്കിൽ ആ കോവിലിന്റെ വാതിൽ തുറന്ന് തിരശ്ശീല മാറ്റി പുറത്തിറങ്ങി ജനങ്ങളോടൊക്കെ ആ ദൂതനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ നൽകുകയും ജനങ്ങളെ ന്യായമായ വിധിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന
ഇതാണ് ശരിക്കും പറഞ്ഞ അന്നത്തെ പുരോഹിതൻ അല്ലെങ്കിൽ അമ്പലത്തിലെ പോറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കണ്ട് ദൈവവുമായിട്ട് ദൈവത്തിന്റെ പ്രധാന ദേവന്മാരുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഈ പുരോഹിതൻ. അപ്പൊ ഈ പുരോഹിതൻ അതിവിശുദ്ധനായിരിക്കണം. അപ്പൊ അന്നത്തെ നിയമത്തിൽ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു തെറ്റ് ഉള്ള ഒരു വ്യക്തി ഈ അകത്തളം എന്ന് പറയുന്ന ഈ അകമയുള്ള ഈ കല്ലുകൾ ഇരിക്കുന്നിടത്തേക്ക് വിശുദ്ധനല്ലാത്ത ഒരു പുരോഹിതൻ കടന്നു ചെന്ന് ആ സ്പോട്ടിൽ അവിടെ മരിച്ചു വീഴും എന്നാണ് പറയുന്നത്. അങ്ങനെ പലരും മരിച്ചു വീണിട്ടുണ്ട്. അപ്പൊ അത്ര കണ്ട് പാവമില്ലാത്ത അതിവിശുദ്ധിയിലുള്ള ഒരു പുരോഹിതന് മാത്രമേ ആ അകത്തോട്ട് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഈ കല്ലിരിക്കുന്ന ആ പ്രധാന കവാടത്തിന് അല്ല, അതിനകത്ത് ഈ പ്രധാന മെയിൻ പുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ. അതും അതിവിശുദ്ധനായിരിക്കണം. ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവച്ച് ജനങ്ങളെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകവേ ഈ പുരോഹിതൻ പതുക്കെ പതുക്കെ വഴിതെറ്റാൻ തുടങ്ങി. അതനുസരിച്ച് ജനങ്ങളും വഴിതെറ്റാൻ തുടങ്ങി. ജനങ്ങൾ പണമുള്ളതും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിലും ആകർഷിതനായ ഈ പുരോഹിതന്മാര് പിന്നെ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ന്യായമായതല്ലാതെ അന്യായമായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ തുടങ്ങി. പണത്തിന് വേണ്ടി, പെണ്ണിന് വേണ്ടി പല രീതിയിലും അവർ വഴിതെറ്റാൻ തുടങ്ങിയതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ആണ് ശരിക്കും യേശുവിനെ ദൈവം ഭൂമിയിൽ ജനിപ്പിക്കുന്നത്. അപ്പൊ അന്ന് ഈ പുരോഹിതനിലൂടെ ഈ വിധ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും മനുഷ്യനിൽ ഒരുപാട് പാപം പെരുകി വന്നാൽ ആ ദേശത്തെ പാപം അധികമായി വരുമ്പോൾ ആ പാപം പെരുകിയ വ്യക്തി അവന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ആ പാപത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കാതിരിക്കാൻ, കർമ്മഫലങ്ങൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്ന ഒരു നിയമവും കൂടി ഈ മോശയിലൂടെ കൊണ്ടുവന്നു. എന്താണ് ആ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ, നമ്മളിലുള്ള പാപങ്ങൾ ആ ഗൃഹനാഥനും ആ കുടുംബത്തിലും ആർക്കെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു നിഷ്കളങ്കമായ ഒരു മൃഗത്തിന്റെ തലയിൽ കൈവച്ച് ഈ പാപങ്ങളെല്ലാം മൃഗത്തിന്റെ മേൽ നൽകിയതായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ മൃഗത്തെ കൊണ്ടുവന്ന് ബലി കൊടുത്ത് അല്ലെങ്കിൽ കുരുതി കൊടുക്കുക. അതോടുകൂടി ഈ പാപത്തിൽ നിന്നും ഈ ആരാണ് പാപി ആയിട്ട് നിൽക്കുന്നത് അവർ മോചനാവും. കാരണം ഈ ഒരു വ്യക്തി ഇപ്പൊ ഗൃഹനാഥൻ പാപം ചെയ്താൽ 10, 15, 20 മക്കളൊക്കെ ആയിരിക്കും ചിലപ്പം ആ ഒരു കുടുംബത്തിലുള്ളത്. അപ്പം അടുത്ത പല തലമുറകളോളം ഈ ഗൃഹനാഥൻ ചെയ്ത പാപത്തിന്റെ ഫലങ്ങൾ ഈ ഒന്നും അറിയാത്ത ഈ തലമുറകൾ മക്കളും ചെറുമക്കളും ഒക്കെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു കുരുതി ചെയ്ത് ആ പാപത്തിന്റെ പ്രായശ്ചിത്തം ചെയ്യുന്നത്. അപ്പം എവിടെ ഈ ഒരു വർഷത്തിനകം എന്തൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ അതിനെല്ലാം ഏറ്റുപറഞ്ഞ് ഇനി അത് ആവർത്തിക്കില്ല എന്ന് ദൈവത്തോട് ഉടമ്പടി വെച്ചിട്ട് വേണം ഈ കുരുതി കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്യാൻ. ഇതായിരുന്നു ശരിക്കും കുരുതിയിലൂടെ ദൈവം ആ ഇസ്രായേലില് അന്ന് കൊടുത്ത നിയമം. അപ്പൊ അതിനുവേണ്ടി ഈ കുരുതി കൊടുക്കുന്ന മൃഗത്തെ കുറഞ്ഞത് 1, 2 വർഷം ആ ഒരു കണക്കൊക്കെ ഉണ്ട്, അത് ബൈബിൾ വായിച്ചാൽ കറക്റ്റായി മനസ്സിലാവും. ആ വർഷം ഒരു അശുദ്ധിയും വരാതെ, ഒരു രോഗവും ഒന്നും പിടിപെട്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുറവും വരാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ആ മൃഗത്തെ ഈ വീട്ടിൽ സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെ വളർത്തണം. എന്നിട്ട് വേണം കൊണ്ടുവന്ന് കുരുതി കൊടുക്കാൻ. ഇനി കുരുതിയുടെ വ്യവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ എന്റെ മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും ഈ പാപത്തിന്റെ ഫലമായിട്ട് ശിക്ഷ തരാനായിട്ട് കുറെ നെഗറ്റീവ് ദൈവത്തിന്റെ ശിക്ഷയുടെ ദൂതന്മാർ നമ്മളെ പ്രവേശിക്കും, അല്ലെങ്കിൽ നമ്മളെ കൈകാര്യം ചെയ്യും. അതോടൊപ്പം കുറെ നെഗറ്റീവ് ആസുരിക ശക്തികളും നമ്മളിലേക്ക് പ്രവേശിക്കും. ഇത് ഈ പാപത്തിന്റെ ഫലമായിട്ട് അവർക്ക് അനുവാദമുണ്ട്, അവർ തന്നെ വന്നോളും. ഇവർക്ക് തൃപ്തി കൊടുത്ത് അല്ലെങ്കിൽ ഇവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഈ പാപിയെ മാക്സിമം ശിക്ഷിക്കുക, പരമാവധി ദ്രോഹിക്കുക. അപ്പൊ അതിന് പകരമായി അവർക്കാണ് ശരിക്കും ഈ കുരുതിയിലൂടെ ജീവനും രക്തത്തിലുള്ള ആ എനർജിയും നമ്മളെ ജീവൻ എന്ന് പറഞ്ഞ എനർജിയൊക്കെ ഇവരെ കൊടുത്തിട്ടാണ് ഇവരെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇവരത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വയ്ക്കോളും. പിന്നെ ഈ വ്യക്തിയെ ഇവരാരും പിടിക്കൂല. അവരെ അവകാശം കഴിഞ്ഞു, അവർക്ക് വേണ്ട ആഹാരം അവർക്ക് കിട്ടി കഴിഞ്ഞു, അവരിത് വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കോളണം. ഇതായിരുന്നു ദൈവം ആ അദൃശ്യശക്തികൾക്ക് കൊടുത്തിരുന്ന നിയമം. അപ്പൊ ആര് പാപം ചെയ്താലും ഇങ്ങനെയുള്ള കുരുതിയിലൂടെ ആ എനർജി, ആ രക്തത്തിലൂടെയും ആ ജീവനിലൂടെയും കിട്ടുന്ന എനർജിയും വാങ്ങിച്ചും കൊണ്ട് ഈ നെഗറ്റീവ് ശക്തികൾ വിട്ടുപോകും. ഇത് എനിക്ക് ദൈവം പറഞ്ഞിരുന്ന കാര്യമാണ്. അല്ല, ദൈവത്തിനല്ല കുരുതി, ദൈവത്തിലുള്ള അല്ലെ ദൈവം സൃഷ്ടിച്ച ഈ ശിക്ഷയുടെ ശക്തികൾക്കും ഈ ആസുരിക ശക്തികൾക്കും വേണ്ട എനർജി അവർക്ക് തൃപ്തിപ്പെടുത്തി കൊടുത്തുവിടുന്ന പരിപാടിയാണ് ഈ സംഗതി. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് കുരുതി വെച്ചത്. അപ്പൊ ഈ കുരുതി പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, വഴിതെറ്റിയ പുരോഹിതന്മാർ പിന്നെ വഴിതെറ്റി പോയേക്കോ. അപ്പൊ ഈ കുരുതിയെ വരെ അവർ തെറ്റായ രീതിയിൽ ദുർവിനിയോഗം ചെയ്തു. കാരണം പല നെഗറ്റീവ് ശക്തികൾ, അപ്പൊ ഈ വിധത്തിലുള്ള പല ആശ്രിക ശക്തികളെല്ലാം പ്രീതിപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കാനായിട്ടായി ഈ കുരുതിയെ വകതിരിച്ചു വിട്ടു. ശരിക്കും പാപമോചനത്തിൽ ഏറ്റവും പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തോട് ക്ഷമയും പറഞ്ഞ് ഈ കുരുതി ചെയ്ത് ഈ നെഗറ്റീവ്സിനെ പറഞ്ഞു വിടുന്ന പ്രക്രിയയ്ക്ക് പകരം നെഗറ്റീവ്സിനെ ആവാഹിച്ച് വരുത്തി
അവർക്ക് വേണ്ട എനർജി, കാരണം നെഗറ്റീവ്സിന് വേണ്ട എനർജി ഇതാണ്, ഈ ആശ്രയ ശക്തികൾക്ക് ഇത് മതി. അപ്പൊ ഇത് ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഇതൊക്കെ നൽകാം, ഞങ്ങൾക്ക് വേണ്ട സംഗതികൾ ഒളിഞ്ഞിടക്കുന്ന നിധി കണ്ടെത്തുകൾ, യാദൃശ്ചികമായി ഭയങ്കരമായ പണം ഏതെങ്കിലും വഴി കൂടെ സമ്പാദിച്ച് കിട്ടൽ, ആ ഇഷ്ടപ്പെട്ട സ്ത്രീകളെ മോഹിച്ചുകൊണ്ട് അവരെയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, മറ്റുള്ളവരെ നശിപ്പിക്കാൻ, വിരോധമുള്ള ബാക്കി കുടുംബത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കൽ, ഇങ്ങനെയൊക്കെ ഉള്ള ദുർപരിപാടികൾക്ക് വേണ്ടി ഈ ആസുരിക ശക്തികളെ വിളിച്ചു വരുത്തി അവർക്ക് കുരുതി കൊടുത്ത് പ്രീതിപ്പെടുത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കഥ മാറിയപ്പോ ദൈവം തന്നെ ഈ കുരുതി പരിപാടി വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഇനി ആ പരിപാടി ചെയ്യേണ്ട, ആ പരിപാടി ദൈവം നിർത്തലാക്കും. അതിന് പകരം ദൈവം തന്നെ ഒരു കുരുതിയായി ഒരു മനുഷ്യനെ ഭൂമിയിൽ ജനിപ്പിച്ച് കുരുതി കൊടുപ്പിക്കും എന്നൊരു നിയമം വെച്ചു. ഈ നിയമം ഈ മറ്റ് അദൃശ്യ മണ്ഡലങ്ങളിൽ നടക്കുന്ന നിയമമാണ്, നമുക്കറിഞ്ഞുകൂടാ. എന്നിട്ട് ആ അദൃശ്യ ശക്തികളോട് പറഞ്ഞു, ഇനി ഈ കുരുതിയിൽ, അതാണ് യേശു എന്ന കുരുതി, ആ കുരുതിയിൽ ആര് വിശ്വസിക്കുന്നുവോ അവന്റെ അതുവരെയുള്ള പാപത്തെ ദൈവം മോചിപ്പിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ യേശുവിന്റെ കുരുതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഈ നെഗറ്റീവ് ശക്തികൾ വിട്ടു പൊയ്ക്കൊള്ളണം, അവരെ ആ ഒരു ഉടമ്പടിക്ക് കീഴിലാക്കി വെച്ചു. അപ്പൊ ഇതാണ് എന്റെ കഥ. അപ്പൊ ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി യേശുവിനെ ഭൂമിയിൽ ജനിപ്പിച്ചപ്പോ യേശുവിന്റെ ജനനം തന്നെ ഒരു അത്ഭുതകരമായിട്ടാണ് ദൈവം ജനിപ്പിച്ചത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത, അല്ലെങ്കിൽ അത്രയും വിശുദ്ധനായ ഒരു വ്യക്തിയെ, അല്ലെ ഒരു മൃഗത്തെ അല്ലേ അന്ന് കുരുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പൊ അതേപോലെ എത്രത്തോളം വിശുദ്ധിയും എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തിയുടെ കുരുതി ഏറ്റവും പവർഫുൾ ആയിരിക്കും. മെയിനായിട്ടും ലൈംഗിക ചിന്തകളോ കാമചിന്തകളോ പോലും വരാത്ത ഒരു വ്യക്തിയായിരിക്കണം, അല്ലെ വിർജിൻ ആയിട്ടുള്ള ഒരു പുരുഷനായിരിക്കണം. ഇതാണ് ഏറ്റവും ഹൈ ആയിട്ട് ദൈവം കണ്ടുവച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിനുവേണ്ടി യേശുവിനെ ജനിപ്പിക്കുമ്പോൾ മാതാവും പിതാവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും കാമചിന്തകളും ലൈംഗിക ചിന്തകളും ജന്മനാൽ വന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 3 വയസ്സോ 4 വയസ്സോ ഒക്കെ ഉള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ഈ ലൈംഗിക ഉത്തേജനവും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ കാരണം അവരുടെ ജനനം ലൈംഗിക ചിന്തയിലായതുകൊണ്ടാണ് കുട്ടികളായിരിക്കുമ്പോഴേ ആ ചിന്തകളുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വ്യക്തി ഒരിക്കലും അതിവിശുദ്ധിയിലേക്ക് വരൂല. കാരണം മനസ്സുകൊണ്ട് പോലും പല രീതിയിലും ദുഷ്ചിന്തകൾ വരാം. അതുകൊണ്ടാണ് യേശുവിനെ ദൈവം ഈ വിധത്തിലല്ലാതെ ഒരു അത്ഭുതകരമായി ലൈംഗിക ബന്ധത്തിലൂടെ അല്ലാത്ത ഒരു ജനനം കൊടുത്ത് ജനിപ്പിച്ചത്. അങ്ങനെ ജനിപ്പിച്ച യേശുവിന് ആവിധ ചിന്തകളോ ആവിധ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാരണം ലൈംഗിക ബന്ധത്തിൽ ജനിച്ച ഏതൊരു കുട്ടിക്കും ഈ വിധ ചിന്തകൾ ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സംഗതിയാണ്. ബൈബിൾ പറയുന്നത് അങ്ങനത്തെ ചിന്തകളില്ലാതെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദൈവത്തിൽ നിന്നും വരം ലഭിച്ചവരാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും അങ്ങനത്തെ ചിന്തകളില്ലാതെ പറ്റൂല. അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ വന്ന യേശുവിന് ഈ ഒരു കുരുതിക്ക് സമയമായപ്പോൾ ചില നിമിത്തങ്ങൾ കൊണ്ടാണ് കൂടെ നടന്ന യൂദാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനിലൂടെ ഒറ്റി കൊടുപ്പിച്ചും ഈ രീതിയിൽ ഒരു മരണം കൊണ്ടുവന്നത്. അപ്പൊ അതിനുള്ള ചില നിമിത്തങ്ങളും കാരണങ്ങളൊക്കെ ഒഴുത്തിരിഞ്ഞ് വന്നതാണ് ഈ പുരോഹിത വർഗ്ഗങ്ങൾക്ക് കംപ്ലീറ്റും ഈ പുള്ളിയോട് അസൂയ വന്നെന്നും. കാര്യം പുരോഹിത വർഗ്ഗങ്ങളും അവരൊക്കെ വലിയ ദൈവത്തിന്റെ ആൾക്കാരായിട്ട് അന്ന് ഭയങ്കര ലെവലിൽ പുറമെ വേഷഭൂഷാദികളുമായി ഈ മറ്റുള്ള മൃഗബലിയും കുരുതികളും ചെയ്തുകൊണ്ടിരിക്കവേ ഇതൊന്നും ഇനി ആവശ്യമില്ല എന്നും അതൊക്കെ ദൈവം നിർത്തലാക്കിയെന്നും എന്ന രീതിയിൽ പ്രസംഗിച്ച് നടക്കുന്ന ഈ യേശു മോശയിലൂടെ ദൈവം കൊടുത്ത നിയമങ്ങളെയെല്ലാം തെറ്റിച്ചു കളയുകയും ജനങ്ങളെ വഴിപഴപ്പിക്കുന്നു എന്ന ആ ഒരു ചിന്ത വെച്ചിട്ടാണ് ഈ യേശുവിനെ ഇവരെല്ലാരും കൂടെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. കാരണം അന്ന് മോശയിലൂടെ ദൈവം കൊടുത്ത നിയമത്തിൽ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൈബിളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാവും. അത് ദൈവത്തിൽ നിന്നും എഴുതപ്പെട്ട ഈ നിയമങ്ങൾ, ഈ വിധ രീതികൾ ആരെങ്കിലും അതിനെ തെറ്റിച്ചോ അല്ലെങ്കിൽ അത് പാലിക്കണ്ട എന്ന് പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അവനെ നിങ്ങൾ കൊന്നുകളയണം എന്ന് മോശയുടെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ യേശു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത ആ കഠിന നിയമങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമാണ്. കാരണം യേശു പറയുന്നത് എന്താണ്? നിങ്ങൾ പുറമേ ഇങ്ങനെയുള്ള ഷോ കാണിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ അകം നന്നാകുന്നില്ല, നിങ്ങളുടെ മനസ്സ് നന്നാകുന്നില്ല, നിങ്ങളുടെ ആത്മാവാണ് ശരിക്കും സ്വർഗത്ത് പോവേണ്ടത്, അത് വിശദീകരിക്കപ്പെടുന്നില്ല. മനസ്സ് ദുഷിച്ചുകൊണ്ടും പുറമേ ഇങ്ങനെയുള്ള ഭക്തിയിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും അല്ലെ ചടങ്ങുകളും കാണിച്ചും കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറയും നിങ്ങൾ ആരും ദൈവത്തിലോട്ട് എത്തുന്നില്ല, നിങ്ങൾ ആരും ദൈവത്തിന്റെ നിയമങ്ങളല്ല പാലിക്കുന്നത്, നിങ്ങളെല്ലാം ശരിക്കും സാധു ജനങ്ങളെ, അറിവില്ലാത്ത ജനങ്ങളെ കൂടി നിങ്ങൾ വഴിതെറ്റിച്ചുകൊണ്ട് പോവുകയാണ് എന്നും പറഞ്ഞ് യേശു കടുത്ത വാക്കുകൾ, ശരിക്കും പറഞ്ഞ പാമ്പിന്റെ മോനെ
സർപ്പസന്തതി എന്നൊക്കെ വിളിച്ചാണ് നമ്മളെ ഈ നാട്ടിൽ നായിന്റെ മോനെയെന്നും കഴുതയുടെ മോനെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ തെറിയല്ലേ, ചീത്തയാണല്ലോ. അതേപോലെ ഇസ്രായേലിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വലിയ ചീത്തയാണ് സർപ്പസന്തതി, അല്ലെ പാമ്പിന്റെ മോനെ എന്ന് വിളിക്കുന്നത്. പാമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്രായേലിൽ ഭയങ്കരമായ നികൃഷ്ട ജീവിയാണ്, പിശാചാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പാമ്പിന്റെ മോനെ എന്ന് ഒരു പുരോഹിതന്റെയൊക്കെ മുഖത്ത് നോക്കി വിളിക്കുക എന്ന് പറയുന്നത് ശക്തമായ രീതിയിലുള്ള ഒരു ചീത്ത വിളിക്കുന്ന തുല്യമാണ് അവിടുത്തെ കണ്ടീഷൻ. അങ്ങനെയാണ് യേശു ഈ പുരോഹിത വർഗത്തെയൊക്കെ ചീത്ത വിളിച്ച് കാര്യങ്ങൾ വഴക്ക് പറഞ്ഞത്. പോരാഞ്ഞ് പള്ളിക്കകത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സകലരെയും ചാട്ടവാറ് കൊണ്ട് അടിച്ച് ഓട്ടിക്കുകയും നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തെ ഈ കണ്ടീഷനാക്കി മാറ്റിയോ എന്ന് ചോദിച്ചും കൊണ്ട് ശക്തമായ രീതിയിൽ എതിർക്കുകയൊക്കെ ചെയ്ത യേശുവാണ്. ഇന്ന് യേശു ഉണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം ഇന്ന് ചെയ്യും. കാരണം ഇന്ന് പള്ളികൾ അറിയാമല്ലോ, തേങ്ങയും കൊച്ചങ്ങയും മാങ്ങയും ചക്കക്കുരുവും ഒക്കെ കൊണ്ടുവച്ച് ലേലം വിളി കച്ചവടമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പൊ പുരോഹിത വർഗം, അന്നത്തെ പുരോഹിത വർഗം അന്ന് അങ്ങനെ ചെയ്തു, ഇന്നത്തെ പുരോഹിത വർഗം ഇങ്ങനെ ചെയ്യുന്നു. എല്ലാം ദൈവത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ എതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് യവൻ ജനങ്ങളെ വഴിതെറ്റിച്ച് ഞങ്ങളെ കച്ചവടം മുട്ടിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പില് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന പരിപാടിയാണല്ലോ ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാണ് ഈ പുരോഹിത വർഗങ്ങൾ എല്ലാവരും കൂടി രാജാവിനെ പോയി കണ്ടിട്ട് ഒരുവൻ രാജാവിനെതിരെ ജനങ്ങളെ സ്വരൂപിച്ചും കൊണ്ട് മറ്റൊരു രാജാവാകാൻ ശ്രമിക്കുന്നു. അവന്റെ പിറകെ ഇപ്പം ആയിരക്കണക്കിന് ജനങ്ങൾ കൂടിയിട്ടുണ്ട്. ഈ പോക്ക് പോയാൽ ഭരണാധികാരിയുടെ ഭരണം കയ്യിൽ നിന്ന് പോയി ഈ യേശു എന്ന് പറയുന്ന വ്യക്തി കയറി രാജാവാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് രാജാവിനെ കുത്തിത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അവനെ കൊന്നുകളയണം എന്ന രീതിയിലുള്ള ആ ഒരു വിളംബരം ഒക്കെ വരാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇവരൊക്കെ തന്നെയാണ് ശരിക്കും യേശുവിനെ രാജാവിന്റെ മുമ്പിൽ കള്ളം പറഞ്ഞ് പിടിച്ച് കൊല്ലുന്നത്. പക്ഷെ ഈ കൊല നടക്കുക എന്ന് പറയുന്നത് ശരിക്കും ദൈവം കാണുന്ന കൊല ഇവിടെ ഒരു കുരുതി നടക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നിമിത്തങ്ങളാണ് ഇങ്ങനെ ഇവരെ വെച്ച് നടത്തിയതും. ഇന്നും അങ്ങനെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ, നമ്മുടെയൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതും തടസ്സപ്പെടുന്നതെല്ലാം ഓരോ നിമിത്തങ്ങളും ഉണ്ടാവുന്നതെല്ലാം മറ്റു വ്യക്തികളിലൂടെ ഉണ്ടാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് അന്ന് ആ സാഹചര്യത്തിലൂടെ അവരിലൂടെ സ്വന്തം ശിഷ്യൻ ഒറ്റി കൊടുക്കുന്നതിലൂടെ യേശുവിനെ കുരിശു തറയ്ക്കുകയും കൊല്ലുകയും ചെയ്തു. യേശു മരിച്ചു. മൂന്നാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. കാരണം നമ്മളൊന്നും ജനിച്ചതുപോലല്ല യേശുവിന്റെ ജനനം. യേശുവിന്റെ ജനനം സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും അല്ലാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവം നേരിട്ട് ഒരു അത്ഭുതകരമായി ജനിപ്പിച്ച ആ ഒരു ശരീരം മരണശേഷവും അത്ഭുതകരമായ രീതിയിൽ തന്നെ മാഞ്ഞുപോയി, എവിടെയോ മറഞ്ഞുപോയി, അന്തരീക്ഷത്തിൽ ലയിച്ചു എന്നാണ് എനിക്ക് പറഞ്ഞത്. അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ലൂസി എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. അതിൽ ആ ലൂസി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടി അവസാനം ആ ശരീരം ഉൾപ്പെടെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്നു എന്ന രീതിയിൽ ഒരു സിനിമയുണ്ട്. പക്ഷേ ലയിച്ചതിന് ശേഷം ഏത് വ്യക്തിക്ക് വേണ്ടോ, ഏത് വ്യക്തിയിലൂടെ വേണമെങ്കിലും, അല്ലെങ്കിൽ എന്ത് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റ് എന്തിലൂടെയും വേണമെങ്കിൽ ഈ ലൂസിക്ക് നമ്മളോട് ഇടപെടാം. കാരണം അന്തരീക്ഷത്തിൽ മൊത്തം ആ ലൂസി ഒരു എനർജിയായിട്ട് മാറിക്കഴിഞ്ഞു, ശരീരം ഉൾപ്പെടെ. ഇന്നാണ് ആ സിനിമയുടെ തത്വം. ശരിക്കും ഇതേപോലെ തന്നെയാണ് യേശു ശരീരം ഉൾപ്പെടെയായി അന്തരീക്ഷത്തിൽ ലയിച്ചിട്ടുണ്ട്. അപ്പൊ ആരോടോ എങ്ങനെ എവിടെ വേണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ശരീരമെടുത്ത് വേണമെങ്കിലും ആരടുത്തും പോവുകയോ സംസാരിക്കുകയോ ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ശരീരത്തോടുകൂടി എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളത്. ആ അനുഭവങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മറഞ്ഞുപോയ യേശു ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ലയിച്ച് അന്നും ഇന്നും ശരീരമെടുത്തും മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടും പല രീതിയിലും ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ പലരും പറയുന്നു യേശു ഭാരതത്തിൽ വന്നിട്ടുണ്ട്. 13-ാമത്തെ വയസ്സ് മുതൽ ഈ 30-ാമത്തെ വയസ്സ് വരെ, 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ യേശു മിസ്സിംഗ് ആണ്. ബൈബിളിൽ നിന്ന് യേശു എവിടെ പോയി എന്നുള്ള കഥയില്ല. ഇത്രയും സമയത്ത് ഭാരതത്തിൽ വന്ന് എന്തോ യോഗയൊക്കെ പഠിച്ചു, ഇവിടെ ഭയങ്കര ശിഷ്യരായിട്ട് ആരുടെയൊക്കെ ശിഷ്യനായിട്ട് നിന്നു എന്നൊക്കെ കഥകളുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടപ്പോ എനിക്ക് ദൈവം ഇപ്പോഴല്ല ചോദിച്ചത്, വർഷങ്ങൾക്ക് മുമ്പേ ദൈവം എന്നോട് പറഞ്ഞതും ഇത് തന്നെയാണ്. യേശു ഭാരതത്തിൽ നിന്നല്ല ദൈവത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അന്നുണ്ടായിരുന്ന മനുഷ്യർ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ശരിക്കും ആ സൃഷ്ടാവാൻ ദൈവത്തോട് ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ മറ്റ് ദേവീ ദേവന്മാരെ ആരാധിക്കുന്നതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്ത്, അതിന്റെ പിറകെ അങ്ങനെ പോകുന്നവരാര്, പൈശാചിക ശക്തികളുടെ പിറകെ പോകുന്നവരാര്, തെറ്റിയിരിക്കപ്പെട്ട് കിടക്കുന്ന ജനമേത് എന്നൊക്കെ അറിയാനായി ഭൂമിയിൽ അന്നുണ്ടായിരുന്ന സകലമാന സ്ഥലങ്ങളിലും യേശു സഞ്ചരിച്ച് എല്ലാം കണ്ട് മനസ്സിലാക്കി ആയിട്ടാണ് തിരികെ 30-ാമത്തെ വയസ്സിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ബാക്കി സമയത്ത് ഭാരതം മാത്രമല്ല ദൈവിക സങ്കല്പങ്ങളും വിശ്വാസമുള്ള
ദുരാചാരങ്ങളും ആചാരങ്ങളൊക്കെയുള്ള സകല സ്ഥലങ്ങളിലും യേശു കറങ്ങി നടന്ന് സകലതും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് അവിടെ പോയിട്ട് യേശുവിന്റേതായ രീതിയിലുള്ള ദൈവത്തിൽ നിന്ന് നേരിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്തത്. അപ്പൊ ഇപ്പോഴും ശരിക്കും ആ യേശു നമ്മളെ ചുറ്റും നമ്മളെ കൂടെയൊക്കെ ഉണ്ട്. എന്നോട് ഒരുപാട് പേര് ഹിന്ദുക്കളായിട്ടുള്ള പലരും എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ യേശുവിനെ കണ്ടെന്നും സ്വപ്നത്തിലൂടെയൊക്കെ യേശു വരെ സംസാരിക്കാൻ വരുന്നു എന്നൊക്കെ കണ്ടിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കുക, യേശുവിന്റെ കുരുതിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇളവുകൾ, കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് യേശു നിങ്ങളുടെ അടുത്ത് വരുന്നത്. എല്ലാവരുടെ അടുത്തും അങ്ങനെ വരണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ആത്മാവ് ശരിക്കും ഒത്തിരി വളർന്ന ആത്മാക്കളാണ്. അതുകൊണ്ട് യേശു നിങ്ങളെ സമീപിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഇതിന്റെ പുറകെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. തൽക്കാലത്തിൽ നിർത്തുന്നു. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.